ബംഗാളിൽ പഠിച്ച പണി 18 നോക്കുകയാണ് മമതാ ബാനർജി. ബംഗാളിൽ മമത വലിയ രീതിയിൽ അവിടെ സ്ട്രോങ് റൂമിൽ കയറി ഇരുന്ന് വലിയ പ്രതിഷേധവും ഷോ ഒക്കെ നടത്തും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് കണ്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മമത അവസാനത്തെ അടവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് മമതാ ബാനർജിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. മെയ് 4-ന് പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജി പാർട്ടിയുടെ കൗണ്ടിംഗ് ഏജന്റുമാരുമായും നേതാക്കളുമായും 1.5 മണിക്കൂർ വെർച്വൽ മീറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ സമയത്ത് അതീവ ജാഗ്രത പാലിക്കാനും പ്രത്യേക സാഹചര്യങ്ങളിൽ വീണ്ടും എണ്ണൽ നടത്താനും ഈ യോഗത്തിൽ അവർ കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. BJP 500 മുതൽ 700 അല്ലെങ്കിൽ 1000 വോട്ടുകളുടെ ചെറിയ വ്യത്യാസത്തിൽ മുന്നിലുള്ള ബൂത്തുകളിൽ ഏജന്റുമാർ ഉടൻ തന്നെ വോട്ടെണ്ണൽ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെടണമെന്ന് മമതാ ബാനർജി വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. എന്നാൽ എല്ലാ ഏജന്റുമാരോടും രാവിലെ 6 മണിയോടെ കേന്ദ്രങ്ങളിൽ എത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ വളരെ അകലെയുള്ള പ്രദേശങ്ങളിൽ വൈകാതിരിക്കാൻ ഞായറാഴ്ച രാത്രി തന്നെ ഏജന്റുമാർക്ക് അടുത്തുള്ള ഹോട്ടലിലോ ലോഡ്ജിലോ താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്റെ പാർട്ടി 200-ൽ അധികം സീറ്റുകൾ നേടുമെന്ന് മമതാ ബാനർജി ഇപ്പോഴും ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. BJPക്കും എക്സിറ്റ് പോളുകൾക്കും എതിരായ അഭിഷേക് ബാനർജിയുടെ ആക്രമണവും ഈ അവസരത്തിൽ ചർച്ചയാകുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത TMC ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും BJP ആക്രമിച്ചു. എക്സിറ്റ് പോളുകൾ BJPക്ക് മുന്നിലാണെന്ന് കാണിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെ സ്വാധീനിക്കുക എന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 2021-ൽ ലഭിച്ച 215 സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ പാർട്ടി നേടുമെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.